മുഖ്യമന്ത്രി പിണറായിയും ആയുഷ് വകുപ്പിന്റെ ചുമതലയുള്ള കെ ശൈലജ മന്ത്രിയും കേരളത്തിലെ മതേതര യോഗയിൽ പങ്കെടുത്തില്ലെങ്കിലും യോഗയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് തെല്ലും സംശയമില്ല. യോഗ പഠിക്കാൻ വന്ന ഒരു വിദേശിയെ കണ്ട അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് പിണറായി തൻ്റെ യോഗ ക്ലാസ് തുടങ്ങിയത്. യോഗ പരിശീലിക്കുന്നതിന് വേണ്ടി വിദേശത്തു നിന്നടക്കം നമ്മുടെ നാട്ടിൽ ആളുകൾ എത്തുന്നുണ്ട്. ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഞങ്ങളിരുന്ന മൂന്നാളുടെ സീറ്റാണ്. അതിലൊരാൾ ഒരു വിദേശിയായിരുന്നു. അപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ അയാൾ ഇത് തിരുവനന്തപുരമാണോ എന്നൊരു സംശയം. കൊച്ചിയിൽ നിർത്തിയിട്ടാണ് ആ ഫ്ലൈറ്റ് ഇവിടെ എത്തുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് തിരുവനന്തപുരമാണോ? പടച്ചവനെ, തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. അല്ല, കൊച്ചിയാണ്, ഇനി അടുത്ത സ്റ്റോപ്പാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഐസിൽ കളിക്കുന്ന ഒരു പ്രത്യേക കളിയുണ്ടല്ലോ, ഒരു വിദഗ്ധനാണ്, ലോക വിദഗ്ധന്മാരിലൊരാളാണ്, റഷ്യക്കാരനാണ്. ഇവിടെ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ആശ്രമത്തിൽ ഒരു യോഗ കോഴ്സിന് വേണ്ടി വരികയാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. ഇതെല്ലാം ഈ മനുഷ്യർക്ക് സംസാരിക്കാൻ ഈ ഭാഷ ചിലപ്പോൾ തടസ്സമായിട്ട് വരില്ല. ആക്ച്വലി പോയിട്ട് വളഞ്ഞ് അവിടെ ചർച്ച. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. അങ്ങനെ ഇങ്ങനെയെല്ലാം കൂടി പറഞ്ഞ് ഇപ്പം അപ്പുറവും ഇപ്പുറവും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം പറയുന്ന റഷ്യൻ ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾ അത്യാവശ്യം അങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് അദ്ദേഹത്തിനും അറിയില്ല. അതായിരുന്നു നില. അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അത് പിന്നെ ഒട്ടും അറിയില്ല. എങ്കിലും അദ്ദേഹം ഈ കാര്യം പഠിക്കാൻ വേണ്ടി വരികയാണ്. ഇതാണ് യോഗയുടെ പ്രത്യേകത. യോഗ ചെയ്താൽ മാത്രം പോരാ, ശരിയായ ഭക്ഷണക്രമം കൂടി വേണമെന്ന് യോഗ മാസ്റ്റർ ഓർമ്മിപ്പിക്കുന്നു. യോഗ ശീലിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു ഭക്ഷണക്രമം പാലിക്കണം. വാരി വലിച്ച് കിട്ടുന്നത് മുഴുവൻ അകത്ത് തള്ളിക്കയറ്റുന്ന ഒരു രീതി ഈ സാധാരണ ചിലരൊക്കെ സ്വീകരിക്കാറുണ്ടല്ലോ. അത് ആർക്കായാലും നല്ലതല്ല. എന്നാൽ യോഗ ശീലിക്കുന്നവർ സമീകൃതമായ ഒരു ആഹാര രീതി സ്വീകരിക്കണം. പലതും വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്തത് നമ്മൾ വല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് യോഗ അഭ്യാസത്തിലൂടെ സാധിക്കുന്ന നിലയുണ്ടാവും. യോഗക്കുള്ള ഒരു പ്രത്യേകത, കൃത്യമായ ഒരു ആചാര്യൻ ഇത് പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ഇൻസ്ട്രക്ടർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഗുരു എന്ന് നമ്മൾ സാധാരണ നിലക്ക് പറഞ്ഞാലും അവരെല്ലാം സാധാരണ നിലക്ക് കുറേ കാര്യങ്ങൾ യോഗയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാൻ യോഗ്യത നേടിയവരായിരിക്കും. യോഗ മനസ്സിനെ ക്രമീകരിക്കാൻ സഹായിക്കുമെങ്കിലും യോഗ ചെയ്യുന്നവരെല്ലാം മനസ്സുകൊണ്ട് നല്ലവരാണെന്ന അഭിപ്രായമൊന്നും പിണറായിക്കില്ല. യോഗ കേവലം വ്യായാമം എന്നതിനപ്പുറം ഭക്ഷണത്തിൻ്റെ രീതിയിൽ, അതോടൊപ്പം തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എല്ലാം ഉപയോഗിക്കാനാണ് നാം പരിശീലിച്ചു വരേണ്ടത്. ഇത് സ്വാഭാവികമായി അങ്ങ് വന്നു ചേരും എന്ന് ധരിക്കരുത്. യോഗ അഭ്യസിക്കുന്നവരെല്ലാം നല്ല മനസ്സുകാരായിരിക്കുമെന്നും കരുതണ്ട. എവിടെയോ എന്തോ ഒരു തകരാറ്. യോഗ അഭ്യസിക്കുന്നവരായാലും അതിൻ്റെ ഉപയോഗം പോലെ ഇരിക്കും. അവർ വളരെ തെറ്റായ രീതിയിൽ ചരിക്കുന്നവരെയും യോഗ അഭ്യസിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും. അപ്പോൾ നാം യോഗാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനുള്ള ഒരു പരിശീലനവും കൂടി നേടേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നതാണ് പ്രധാനം. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. യൂത്ത് ഫ്രണ്ടിന് ഇത് ജന്മദിന സംഗീതം. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? ശ്രീമാൻ പാറ്റാക്കുളം വാസു. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. കേക്ക് മുറിച്ച് കേരള യൂത്ത് ഫ്രണ്ടിന്റെ 47ാം ജന്മദിനം ആഘോഷിക്കാൻ
നേതാവ് ജോസ് കെ മാണിയുമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു യൂത്ത് ഫ്രണ്ട് അണികൾ. അവിടെ രോഗികൾക്കായി കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ നടത്തുന്ന സാന്ത്വന സംഗീത പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചുളുവിൽ ഒരു വേദിയും മൈക്കും കാഴ്ചക്കാരും. യൂത്ത് ഫ്രണ്ടുകാർ നൈസായി വേദി കയ്യേറി. സംഗീത പരിപാടിക്കാർക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? ശ്രീമാൻ പാറ്റാക്കുളം വാസു. നാണമില്ലടാ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയായ കേരള യൂത്ത് ഫണ്ടിൻ്റെ 47ാം ജന്മദിനമാണ്. ഈ ജന്മദിനത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ആഘോഷ പരിപാടിയിലേക്ക് പോകാറില്ല. നമ്മൾ ഇതുപോലുള്ള ആജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാധാരണ നടത്താറുണ്ട്. ഇവിടെ എപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നൊരു യുവജന സംഘടന എന്ന നിലയ്ക്കും പാർട്ടി എന്ന നിലയ്ക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആരോരും ഇല്ലാത്തവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കേരള യൂത്ത് ഫണ്ടിൻ്റെ രാഷ്ട്രീയം. ആരും കേൾക്കാതെ നിൽക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് കേരള യൂത്ത് ഫണ്ടിൻ്റെ രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ എവിടെയാണോ നമുക്ക് മാതൃകരമായിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ടത് അവിടെയെല്ലാം ജനങ്ങൾക്ക് നമുക്ക് സഹായം എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് ഇന്ന് യുവാക്കൾ ഇന്ന് നടത്തേണ്ടത്. അതാണ് ഇന്ന് കേരള യൂത്ത് ഫണ്ട് നടത്തി മുന്നോട്ട് പോകുന്നത്. ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇന്ന് ഈ 47ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ കൂടുതൽ സഹായങ്ങൾ മാതൃകാപരമായിട്ട് അത് കേരള യൂത്ത് ഫണ്ടിനും മറ്റുള്ള യുവജന സംഘടനയ്ക്കും മറ്റുള്ള ആളുകൾക്കും ചെന്നെത്തിക്കുവാൻ കഴിയട്ടെ. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഇത് രോഗികളുടെ സാന്ത്വനത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഇതിനെക്കുറിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതിപ്പം അവരുടെ ഒരു പരിപാടിയായി മാറി. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ നിസ്സഹായനാണ്. ചതിയൻ ഒരു വാക്കനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാളെ കെട്ട് നിൽക്കുമായിരുന്ന. ചതിയൻ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.